നമസ്കാരം പ്രിയപ്പെട്ടവരെ. നമ്മുടെ രാജ്യത്തിൻ്റെ മതേതരത്വവും ജനാധിപത്യവും ഗുരുതരമായ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന ഈ കാലഘട്ടത്തിൽ മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ 33ാമത്തെ രക്തസാക്ഷിത്വ ദിനമാണ് രാഷ്ട്രം ഇന്ന് ആചരിക്കുന്നത്. 1991 മെയ് 21-ാം തീയതി ഇലക്ഷൻ പ്രചരണവുമായി ബന്ധപ്പെട്ട് തമിഴ്നാട്ടിലെ ശ്രീപെരുമ്പത്തൂരിലെത്തിയ രാജീവ് ഗാന്ധി രാത്രി 10:30 LTT തീവ്രവാദികളുടെ ബോംബിനിരയായി സ്വന്തം ഭാര്യയ്ക്കോ മക്കൾക്കോ അന്ത്യചുംബനം പോലും സമർപ്പിക്കുവാൻ കഴിയാതെ കഷ്ണം കഷ്ണങ്ങളായി പൊട്ടിത്തെറിക്കുകയായിരുന്നു. രാജ്യത്തിൻ്റെ മതേതരത്വത്തിനും ജനാധിപത്യത്തിനും എതിരായി നിലപാടുമായി വന്ന ഈ തീവ്രവാദികൾക്കെതിരായി ശക്തമായ നിലപാട് സ്വീകരിച്ചതിൻ്റെ പേരിലാണ് രാജീവ് ഗാന്ധിക്ക് സ്വന്തം ജീവൻ നഷ്ടപ്പെടേണ്ടി വന്നത്. അതുകൊണ്ട് തന്നെ ഈ രാജ്യത്തെ ഓരോ മതേതര ജനാധിപത്യ വിശ്വാസികളും രാജീവ് ഗാന്ധിയോട് കടപ്പെട്ടിരിക്കുന്നു. ചുരുങ്ങിയ കാലത്തെ രാഷ്ട്രീയ പ്രവർത്തനം കൊണ്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ വെള്ളി നക്ഷത്രമായി മാറുകയായിരുന്നു രാജീവ് ഗാന്ധി. സിഖ് തീവ്രവാദികളുടെ ഭീഷണിക്ക് മുന്നിൽ മതേതരത്വവും ജനാധിപത്യവും അടിയറവ് വെക്കാതെ ധീരമായ നിലപാട് സ്വീകരിച്ച രാജീവിൻ്റെ പ്രിയപ്പെട്ട മാതാവ് മുൻ പ്രധാനമന്ത്രി ശ്രീമതി ഇന്ദിരാഗാന്ധി സ്വന്തം അംഗരക്ഷകന്റെ വെടിയേറ്റ് മരണപ്പെട്ടപ്പോൾ ഇനി ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ആര് എന്ന ചോദ്യത്തിന് ഉത്തരവായിരുന്നു രാജീവ് ഗാന്ധി. ഒരു വൈമാനികനായി തീരുക എന്ന അടങ്ങാത്ത സ്വപ്നവുമായി വിദേശത്ത് പഠിക്കുവാൻ പോയ രാജീവ് ഗാന്ധിയെ തിരികെ വിളിച്ചു വരുത്തി രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി പദവി ഏൽപ്പിക്കുകയായിരുന്നു. അങ്ങനെ 40ാമത്തെ വയസ്സിൽ രാജീവ് ഗാന്ധി രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായി. 1984 402 സീറ്റുമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന ദേശീയ പാർട്ടിയെ ഇന്ത്യയിലെ അധികാരത്തിലേക്ക് കൊണ്ടുവന്ന് രാജീവ് ഗാന്ധി തൻ്റെ ജനകീയ അടിത്തറ ഉറപ്പിച്ചു. ഭാവിയെപ്പറ്റി വിപ്ലവകരമായ സ്വപ്നങ്ങൾ മനസ്സിൽ കാത്തുസൂക്ഷിക്കുകയും അതിനുവേണ്ടി അക്ഷീണം പ്രവർത്തിക്കുകയും ചെയ്ത വ്യക്തിയായിരുന്നു അദ്ദേഹം. സുശക്തവും ആധുനികവും ചടുലവുമായ ഭാരതമായിരുന്നു രാജീവ് ഗാന്ധി സ്വപ്നം കണ്ടത്. ഇന്ദിരാഗാന്ധി തുടങ്ങിവെച്ച ഇന്ത്യയിലെ വികസന പ്രവർത്തനങ്ങളെ പൂർത്തീകരിച്ചത് രാജീവ് ഗാന്ധിയുടെ കാലത്താണ്. 5 വർഷം കൊണ്ട് അരനൂറ്റാണ്ടിന്റെ വളർച്ചയാണ് രാജീവ് ഗാന്ധി ഇന്ത്യക്ക് സമ്മാനിച്ചത്. രാജ്യത്തെ 21ാം നൂറ്റാണ്ടിലേക്ക് കൈപിടിച്ച് നയിച്ച രാജീവ് ഗാന്ധി ഇന്നും ജനമനസ്സുകളിൽ ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ്. പുതിയ തലമുറ ലോകോത്തര നിലവാരമുള്ള ശാസ്ത്ര സാങ്കേതിക വിദ്യ പഠിക്കണം എന്ന തിരിച്ചറിവിലൂടെ ഇന്ത്യയിൽ ശാസ്ത്ര സാങ്കേതിക വിദ്യയ്ക്ക് തുടക്കം കുറിച്ചത് രാജീവ് ഗാന്ധിയായിരുന്നു. 21ാം നൂറ്റാണ്ടിനെ നയിക്കുന്നത് കമ്പ്യൂട്ടറാണെന്ന തിരിച്ചറിവിലൂടെ രാജീവ് ഗാന്ധി ലോകത്തെ മറ്റ് രാജ്യങ്ങൾക്കൊപ്പം ഇന്ത്യയിൽ കമ്പ്യൂട്ടർവൽക്കരണം നടപ്പിലാക്കി. ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കിയത് രാജീവ് ഗാന്ധിയാണ്. 18 വയസ്സുള്ള ഓരോ പൗരനും ഇന്ത്യയിൽ വോട്ടവകാശം നടപ്പിലാക്കിയത് രാജീവ് ഗാന്ധിയായിരുന്നു. ഇന്ത്യയിലെ മുഴുവൻ ഗ്രാമങ്ങളിലും ടെലിഫോൺ മണി മുഴങ്ങിയത് രാജീവ് ഗാന്ധിയുടെ ഭരണപരിഷ്കാരമായിരുന്നു. കൂറുമാറ്റൽ നിരോധന നിയമം കൊണ്ടുവന്നത് രാജീവ് ഗാന്ധിയായിരുന്നു. രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്കായി ബോഫേഴ്സ് ആയുധം ഇറക്കുമതി ചെയ്ത് രാജ്യത്തെ സംരക്ഷിക്കുവാൻ നിലപാട് സ്വീകരിച്ചതും രാജീവ് ഗാന്ധിയായിരുന്നു. അങ്ങനെ എല്ലാ അർത്ഥത്തിലും രാജീവ് ഗാന്ധി എന്ന ഭരണാധികാരിയോട് ഈ രാജ്യം കടപ്പെട്ടിരിക്കുന്നു. രാജീവ് ഗാന്ധിയുടെ നഷ്ടം നികത്താൻ കഴിയാത്ത ഒരു നഷ്ടം തന്നെയാണ് നമ്മുടെ രാജ്യത്തിന്. അദ്ദേഹം മരണപ്പെട്ട് 33 വർഷം പിന്നിടുമ്പോഴും രാജ്യത്താകമാനം ഇന്നും രാജീവ് ഗാന്ധിയെ ഓർക്കുന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇന്ത്യയിലാകമാനം നടന്നുകൊണ്ടിരിക്കുന്ന രക്തസാക്ഷിത്വ ദിനം. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ദീപ്തമായ സ്മരണകൾക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു.